ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി. അതിൻ്റെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടി അയച്ചാണ് കേട്ടോ. അതായത് വീലിൻ്റെ ആക്സിൽ ബെയറിംഗ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈനൽ ഡ്രൈവ് വന്നത് ഈ ബെയറിങ്ങിനകത്താണ്. പക്ഷെ അത് ഉള്ളിൽ നിന്ന് അയച്ചാലാണ് നമുക്കത് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ലീവൊക്കെ പോയിട്ട് കണ്ട ഓൾറെഡി ബെയറിങ് ബോളൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു സ്ലീവൊക്കെ പോയിട്ട്. അപ്പോൾ നമുക്കത് അഴിച്ച് ബെയറിങ്ങും അതിൻ്റെ ഓയിൽ സീലൊക്കെ മാറുന്നുണ്ട്. അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റ് ഇവിടെ വന്ന ഗ്യാസ്കറ്റും ഈ ബെയറിങ് ഓയിൽ സീല് ഗിയർ ഓയിൽ അതിനോടനുബന്ധിച്ച് വന്ന വർക്കാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളത് അഴിക്കണമെങ്കിൽ ഗിയർ ബോക്സ് അഴിക്കണമെങ്കിൽ ക്ലച്ചിൻ്റെ ഭാഗം അഴിക്കണം. ക്ലച്ചിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് ബെൽറ്റ് നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചില ഭാഗങ്ങളൊക്കെ എവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിണ്ട് തന്നെ ഇരിക്കണേ. അപ്പോൾ അത് മാറ്റിക്കളയണതാണ് ബെറ്റർ. കാരണം എന്താ വെച്ചാൽ അത് മാറ്റി ചെയ്യാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ബെൽറ്റ് പൊട്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ദിവസം അഴിച്ച് ചെയ്യാൻ നിൽക്കേണ്ടി വരും. ഇതാകുമ്പോൾ അതിന് അഡീഷണൽ പേയ്മെൻറ്റ് വരും. ഒറ്റ ഇതിനകത്ത് തന്നെ സർവീസ് ചാർജിൽ ലേബർ ചാർജ് ഒറ്റ ചാർജിൽ തന്നെ അത് കഴിഞ്ഞ് പോകുള്ളൂ. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയാം. അതും കൂടി നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം കേട്ടോ. നിലവിൽ അതിൻ്റെ ബാക്ക് സൈഡാണ് അതിൻ്റെ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് കയറ്റിയിടാം. കാരണം ഈ ബെയറിങ് പോയി കിടന്ന് ഓടുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. കാരണം അത് നോക്കുമ്പോൾ ബ്രേക്ക് ലൈനർ എല്ലാ ഭാഗത്തുനിന്നും പിടിക്കണേ ചെയ്താണ്ടാവും. അത് ആ ബെയറിങ് പോയി നിന്നതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം. ഒരല്പം കുറച്ച് ഓടണവരെയൊക്കെ നമുക്ക് അതിന് ചെറിയൊരു ചതഞ്ഞ പോലെ ഒരു ഫീലൊക്കെ ഉണ്ടാവും ബ്രേക്കിൻ്റെ. അത് കുറച്ച് ഓടി ഹബിനോട് മാച്ച് ആയിക്കുമ്പോൾ അത് റെഡി ആവും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ പുതിയത് ഇടാൻ നിൽക്കേണ്ടി വരും. ഇതിപ്പോൾ വലിയ പഴക്കമില്ലാത്ത ലൈനർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞതിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ നിലവിൽ നോക്കിയിട്ട് ഞാനൊരു എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസ് പറയാം, എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ ആ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അതെങ്ങനെയാണ് മാറ്റണോ വേണ്ടതെന്നുള്ള ദിവസം കൂടി പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നമുക്ക് വാട്സാപ്പിൽ ഞാൻ തരാം. ഓക്കെ.